ഇന്ന് വിഷു ദിനം രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ടു, വിഷു കൈനീട്ടമൊക്കെ കിട്ടി. ഇവിടെ നമുക്ക് വിഷു കണിക്കൊന്ന പൂ അത് മാത്രമാണ് കിട്ടാതിരുന്നത്. മലയാളി കടയിൽ ചോദിച്ചപ്പോഴത്തേനും അത് വന്നതും തീർന്നതും പെട്ടെന്നായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ നമ്മൾ സേഫയിൽ പോയിട്ട് കുറച്ച് യെല്ലോ കളറിൻ്റെ ഫ്ലവർ മേടിച്ചുകൊണ്ടു. നമ്മുടെ ബ്രൂസ് പൂച്ചക്കുട്ടിയെ നമ്മൾ കണിയൊക്കെ കാണിച്ചു കേട്ടോ. അവനും നമ്മുടെ വീട്ടിലെ ഒരു അംഗമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു. അവൻ അതുകൊണ്ട് അവൻ്റെ കുഞ്ഞി പാപ്പം മേടിക്കും. അവനാണ് ഏറ്റവും കൂടുതൽ വിഷു കൈനീട്ടം കിട്ടിയത്. ഏറ്റവും ചെറിയ ആൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ കൈനീട്ടം കിട്ടുക. പിന്നെ ഒരു ഫാമിലി പിക്കൊക്കെ ആയി. രജിക്ക് ഓഫീസിൽ പോകണമായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ പായസവും സാമ്പാറും അവിയലും റെഡിയാക്കി. തലേദിവസമൊക്കെ എനിക്ക് നല്ല തിരക്കായിരുന്നു. ബിസിനസ്സിൻ്റെ ടാക്സ് റിട്ടേണും അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് സദ്യയായിട്ടൊന്നും റെഡിയാക്കാൻ നേരം കിട്ടിയില്ല. ശ്രീക്കും പോകണമായിരുന്നു. അപ്പോൾ ആരും ഇടയിൽ ഹെൽപ്പില്ലാതെ എനിക്കൊരു സദ്യ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ആദ്യമായിട്ട് ഞാൻ സദ്യ വെളിയിൽ നിന്ന് വാങ്ങി. ഇത് സജന എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി വന്നിട്ട് ലഞ്ച് കഴിച്ചു. അതിൻ്റെ പിക്കാണിത്. കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ലഞ്ച്. അത് കഴിഞ്ഞ് ഈവനിങ് രജി ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ഞാനും രജിയും കൂടി ഒരു മൂവി കാണാനായിട്ട് പോയി. പള്ളിച്ചട്ടമ്പി റിലീസ് ചെയ്ത ദിവസം തന്നെ കണ്ടു. എനിക്ക് അത്രയും അടിയും പിടിയുള്ള ഫിലിംസ് അത്ര ഇഷ്ടമില്ല. അത് കാരണം കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ചെന്നപ്പോൾ അങ്ങനെ അധികം ആൾക്കാർ വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൂവിയൊക്കെ കണ്ട് നമ്മൾ വീട്ടിൽ പോന്നു. അങ്ങനെ